നമുക്ക് തന്നെ നാട് സ്റ്റൈലൊരു ചെമ്മീൻ കറി ആയാലോ? മാങ്ങിക്കിട്ട് വെച്ചിട്ട് ഇത് തിളച്ച് വരുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. ഉഫ്, ഒരു രക്ഷയില്ല. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇങ്ങനെയാവില്ല ചെയ്യണം. ആണെ കമൻറ്റ് ചെയ്യണേ, നമുക്ക് നോക്കാലോ ആർക്കൊക്കെ അറിയാമെന്ന്. ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്ന് ചൂടാക്കി എടുക്കാം. അധികമൊന്നും വേണ്ട കേട്ടോ, ഒരു 2 മിനിറ്റ് അത്ര മതി. അതിനായിട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാണ് മെയിൻ സംഭവം. 2 അല്ലി കുടംപുളിയും കൂടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ്, അധികമൊന്നും വേണ്ട കേട്ടോ. ഇനി സിമ്പിളാണ്, ഇത്രയും സാധനം മതി. ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കൊച്ചുള്ളിയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്തെടുത്ത് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് അവിടെ നിന്ന് സെറ്റാവട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ, 1 ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. മഷി പോലെ അരച്ചെടുക്കണേ. ഇനി വഴറ്റി വന്നതിലേക്ക് നമ്മുടെ അരപ്പം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക, ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് മാങ്ങ ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ചെമ്മീനും കൂടി ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇനി താളിക്കാനായിട്ട് ഉലുവ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിക്ക് ഇത്തിരി കൂടി ഇരുന്നാലും നല്ലതായിരിക്കും കേട്ടോ, ടേസ്റ്റ് ഇത്തിരി കൂടെ. അപ്പോഴേക്കും ഇതുപോലെ എണ്ണയ്ക്ക് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടാവും. ഇനി ഒന്നുമില്ല, നമ്മുടെ താളിച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡി. ഇത്ര സിമ്പിളാണ്. ഇപ്പം എല്ലാത്തിൻ്റെ കൂടി ചേർന്നിട്ടൊരു മണമുണ്ട്. ഉഫ്, സഹിക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കിയിട്ടേക്കണേ. അപ്പം ഞാനിതുപോലെ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആ ബെല്ലൈക്കണേ അതൊന്ന് അമർത്തിയാൽ മതി. ആ, ചെമ്മീൻ റോസ്റ്റും ഉണ്ട്. അപ്പം സബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ വരണുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു.